നവകേരള സദസ്സിനും ജനം തന്നിട്ടുണ്ട്. ആരാണ് ഈ ജനം, അവരെത്ര തന്നു എന്നത് അറിയണം. അതിനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. നമ്മൾ പൗരൻ നിലയ്ക്ക് നമുക്കുണ്ടല്ലോ. ഈ സർക്കാർ എവിടെ നിന്നെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പണത്തിന്റെ കണക്ക് മേശപ്പുറത്ത് വെക്കണം. നിങ്ങളും വരും. ഞാനും താങ്കളും അടക്കമുള്ള മുഴുവൻ പേരോടും ഈ ധനവിനിമയ ഏർപ്പാട് മുഴുവൻ മേശപ്പുറത്ത് വെക്കണം സർക്കാർ. അല്ലാതെ നിങ്ങള് സർക്കാർ ഞങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് എവിടുന്നേലൊക്കെ പൈസ വാങ്ങിക്കും, അതിന്റെ കണക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന നില എടുക്കാൻ കഴിയില്ലല്ലോ. ആരോടെങ്കിലും ആണ് ആ പൈസ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും സർക്കാർ അതാ പറഞ്ഞത്. ഒരു സെക്കൻഡ് രാജു, ഈ സർക്കാർ ജനകീയ സർക്കാരാണ്. ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടി, ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുള്ള സർക്കാരാണ് രണ്ടാം തവണ ഇവിടെ ഭരിക്കുന്നത്. ആ ജനങ്ങൾ സർക്കാരിന് പ്രയാസം വരുമ്പോൾ സർക്കാരിന്റെ ഒരു പരിപാടിക്ക് പൈസ കൊടുക്കും. അതുകൊണ്ട് ഇതിനെ ധൂർത്താക്കണ്ട, ഇതിനെ അനാവശ്യ ചെലവാക്കണ്ട. ഇത് ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയാണ്. സർക്കാരിന്റെ പരിപാടിയുടെ അക്കൗണ്ടിൽ കൂട്ടുക വേണ്ട. ചിരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞാനൊരു അക്ഷരവും മിണ്ടാതെ 20 മിനിറ്റ് ഇരുന്നത് ചിലപ്പോൾ പ്രകാശൻ മാഷ് സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പ്രകാശൻ മാത്രം അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. പ്രകാശൻ മാഷ് എത്രമാത്രം സംസാരിക്കുന്നോ അത്രമാത്രം ഈ ഗവൺമെന്റിന്റെ മുഖം വികൃതമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ 18 മിനിറ്റോളം ഈ ചർച്ചയിൽ ഇരുന്നത്. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് വന്ന ഒരു വാക്കിൽ ഈ സർക്കാരിന്റെ മനോഭാവമുണ്ട്. നിഷാദ് ചോദിച്ചു, ഈ കുഴപ്പമില്ല പറഞ്ഞോ മാഷ് പറഞ്ഞോ അങ്ങ് പറഞ്ഞാൽ നാട്ടുകാർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ധാർഷ്ട്യത്തിന്റെയും ധൂർത്തിന്റെയും അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് ജനങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ആത്മാഭിമാനമുള്ള ഒരു സഖാവിന് പോലും തലയിൽ കൂടി മുണ്ടിടാതെ നടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ആത്മാഭിമാനവും നിങ്ങളുടെ പാർട്ടിയുടെ ഇതും എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ പിണറായിസ്റ്റുകളായി മാറി. ആ പിണറായിസ്റ്റുകൾ പറയുന്നത് ജനം കേൾക്കുമ്പോൾ ജനത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ അവതാരകനാണ് തീരുമാനിക്കുന്നത് ആരെ എപ്പോ സംസാരിക്കുന്നത്. ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങൾ പറയുന്ന കള്ളം, നിങ്ങൾ പറയുന്ന ധാർഷ്ട്യം, നിങ്ങൾ പറയുന്ന മര്യാദകേട്, നിങ്ങൾ പറയുന്ന ഇടതുപക്ഷ വിരുദ്ധത, നിങ്ങൾ പറയുന്ന ജനവിരുദ്ധ, അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നിഷാദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ RC ബുക്കിന് പ്രിന്റ് ചെയ്ത പണം മേടിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കേരള ഈ ഗവൺമെന്റ് നടത്തുന്ന ഒട്ടേറെ വീഴ്ചകളിൽ ഒരെണ്ണം ആ ചർച്ചക്കിടയിൽ ചോദിച്ചു. അതിനപ്പോൾ തന്നെ പ്രകാശൻ മാഷിന്റെ മറുപടി ഇതായിരുന്നു, ആയിക്കോട്ടെ അതിനെന്താ എന്നാ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാരിന്റെ സമീപനം പ്രകാശൻ മാഷിന്റെ വാക്കാണ്. ആയിക്കോട്ടെ അതിനെന്താ. പെൻഷൻ കൊടുത്തിട്ടില്ല 6 മാസമായി, ആയിക്കോട്ടെ അതിനെന്താ. KSRTCക്ക് പണം കൊടുത്തിട്ടില്ല, അദ്ദേഹം ചോദിച്ചു സർക്കാരാണോ നടത്തുന്നതെന്ന്, ആയിക്കോട്ടെ അതിനെന്താ. ലൈഫ് ഭവന പദ്ധതി 717 കോടി വെച്ചു, 1800 2000 വീടുകൾക്ക് മാത്രമാണ് 1 ലക്ഷം സർക്കാരിന്റെ വിഹിതം കൊടുത്തിരിക്കുന്നത്, ആയിക്കോട്ടെ അതിനെന്താ. മനസ്സിലായില്ലേ? അപ്പോ ഈ കേരളത്തിൽ ഈ സർക്കാരിന് ഉദ്യോഗസ്ഥരുൾപ്പെടെ മുഴുവൻ നടക്കുന്ന ധൂർത്തിന്റെയും അഴിമതിയുടെയും എല്ലാം മറുപടി അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ മറുപടിയാണ്, ആയിക്കോട്ടെ അതിനെന്താണ്. ഇന്നത്തെ ചർച്ചയുടെ ഹൈലൈറ്റ് പ്രകാശൻ മാഷിന്റെ വാക്കാണ്, ആയിക്കോട്ടെ അതിനെന്താ. മനസ്സിലായില്ലേ നിഷാദേ? ഇന്നത്തെ ഒരു ദിവസം കേരളം കഴിഞ്ഞ ഏകദേശം 6-7 മാസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയ ദിവസമാണ്. ഒരാനക്കള്ളൻ ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ വിറ്റ് മകൾക്കും മകനും വേണ്ടി പണമുണ്ടാക്കി മരുമകന്റെ പേരിൽ കമ്പനി തുടങ്ങി ഈ നാട്ടിലെ മുഴുവൻ വിഭാഗങ്ങളും അടിച്ചു മാറ്റി ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിനെതിരായി, CPMന്റെ നയത്തിനെതിരായി, സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായി ഈ രാജ്യത്തെ മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അഴിമതിയുടെ ധൂർത്തിന്റെ മുഖമായിട്ട് പിണറായി വിജയൻ ഇന്ന് നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ പറയുന്ന ഈ പദ്ധതിക്ക് മറ്റൊന്നും ഉത്തരവില്ല. ഞാൻ കട്ടു, അതുകൊണ്ട് എന്നെ ന്യായീകരിക്കാൻ CPMന്റെ സഖാക്കൾക്ക് ഇന്ന് എച്ചിലിട്ട് തരുന്നു, നിങ്ങൾ പിരിച്ചോ. അതല്ലേ സംഭവിക്കുന്നത്? കേരളോത്സവത്തിന്റെ പേരിൽ, നവകേരള സദസ്സിന്റെ പേരിൽ പിരിച്ചില്ലേ? എവിടെയാ കണക്ക്? കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സർക്കാരിനോട് വിവരാവകാശം വെച്ച് ചോദിച്ചു. ഒരു ചോദ്യത്തിന് 8 വകുപ്പുകളിൽ ചോദ്യം കറന്നു. 8 വകുപ്പുകളിൽ ചോദ്യം കറങ്ങിയിട്ട് എന്റെയും നിഷാദിന്റെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശൻ മാഷിന് കുഴപ്പമില്ല,
ആ തമ്പുരാന് കൊടുക്കാൻ വേണ്ടി പ്രകാശൻ മാഷ് കൊടുക്കുന്ന ഇഷ്ടദാനമായിട്ട് ആ നികുതി ഞാനും കാണുകയാണ്. എന്നിട്ട് ഈ സർക്കാർ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 27 കോടി എടുത്ത് കേരളോത്സവത്തിൽ ചെലവാക്കി. എവിടെ കണക്ക്? 8 വകുപ്പുകൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരു കണക്കുമില്ല. ഇല്ലേ? നവകേരള സദസ്സും കേരളോത്സവത്തിനും പിരിക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു കൂപ്പണും വേണ്ട, ഒരു രസീതും വേണ്ട, പിരിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കേരളത്തിലെ മുഴുവൻ അസംബ്ലികളും CPM ഏരിയ സെക്രട്ടറിമാരെ അതിന്റെ കൺവീനറാക്കി വെച്ചു. പ്രകാശൻ മാഷ് ഇവിടെ നിന്ന് പറയുക ഞാൻ നടത്തിയെന്ന്. നിങ്ങൾക്ക് എന്ത് അവകാശം?